ഹായ്, ഹലോ, എന്താണ് പേര്? ജഹാന. ഓക്കെ ജഹാന, അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ പോകാൻ എക്സൈറ്റഡ് ആണോ? ഉറപ്പായിട്ടോ എക്സൈറ്റഡ് ആണ്. ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. അപ്പം അത് ഫുൾഫിൽ ചെയ്യാൻ പോയത്. അപ്പം അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കരിയർ കെയർ? എങ്ങനെ ഉണ്ടായിരുന്നു? കരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അടിപൊളിയാണ്. ഇർഫാനിക്കാണെങ്കിലും നമ്മളൊരു ഇപ്പോൾ വാട്സപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് ഇടുന്ന സമയത്ത് ഒരു ഡോട്ട് ഇട്ടാൽ മതി, അപ്പോഴത്തേക്ക് ഇർഫാനിക്ക് അപ്പോൾ സ്പോട്ടിൽ റിപ്ലൈ വരും. നമുക്ക് എന്ത് ഹെൽപ്പ് ആണെങ്കിലും ഇർഫാനിക്കനെ കോൾ ചെയ്താൽ തന്നെ അപ്പോൾ ഇൻ്റർവ്യൂ ആണെങ്കിലും നിസാമിക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ എങ്ങനെ പ്രിപ്പയർ ആക്കണം, ക്വസ്റ്റ്യൻ എങ്ങനെ പ്രിപ്പയർ ആകണം, അതുപോലെ ഏതൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഇനി നമ്മൾ പഠിച്ച് സെറ്റായ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ അതിനെ ഒന്നുകൂടെ ഈ വേയിൽ അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ ഈ വേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അവർ നമ്മുടെ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. മൊത്തത്തിൽ ഹെൽപ്ഫുൾ ആയി. ഓക്കെ, ഇതാരാണ്? ഇതെൻ്റെ ബ്രദറാണ്. ഓക്കെ, ബ്രദർ എന്താണ് പറയാനുള്ളത്? അല്ല, കരിയർ കെയർ എന്തുകൊണ്ടും നമ്മൾ 2-3 ടീമിനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും കരിയർ കെയർ നമുക്ക് ഭയങ്കര അപ്രോച്ചബിൾ ആയി തോന്നി. രണ്ടാമത്തത് നമ്മൾ ആപ്ലിക്കേഷൻ മുതൽ അവരുടെ ട്രെയിനിങ് ആയാലും ഇൻ്റർവ്യൂവിൻ്റെ സെക്ഷൻസ് ആയാലും ഇനി മോക്ക് ഇൻ്റർവ്യൂസ് ആയാലും എല്ലാം നമുക്കെല്ലാം പാരൻറ്റിനെ ഉൾപ്പെടുത്തി നല്ല അടിപൊളി സെഷൻസ് ആയിരുന്നു. നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് മാരത്തോൺ വായിക്കാം. അത് പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കി. പിന്നെ ഇർഫാനായാലും ഇപ്പോൾ നിങ്ങൾ വേറെ ഏതാരായാലും നമ്മൾ വിളിച്ച ഉടനെ അപ്പോൾ തന്നെ ഏത് പാതിരാത്രി ആയാലും റിപ്ലൈ ചെയ്യും. പിന്നെ ഫോണായാലും പിക്ക് ചെയ്യും. എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലിയറായിട്ട് പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതൽ നമ്മൾ ബാക്കിയുള്ള ടീമിൽ നോക്കുമ്പോൾ അവർ ഒരു ക്യാഷ് എന്നില്ല കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ കരിയർ കെയർ ഇപ്പോൾ ഇന്ന് വൈറ്റ് കോട്ട് സെറമണി വരെ നിങ്ങളെ ഫീസോ വേറെ കാര്യങ്ങളോ ഇതുവരെ നമ്മളെ കയ്യിൽ നിന്ന് ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റുഡൻസിനും പാരൻസിനും ട്രസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഏജൻസി ആയിട്ടാണ് നമുക്ക് നന്നായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് പാരൻസിന് അധികം വേറെ ചെയ്യേണ്ടി വരില്ല. പ്രത്യേകിച്ച് ഇർഫാനും ആയാലും നമ്മൾക്ക് ഭയങ്കര ബിസി ആയി തോന്നിയാൽ പോലും ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇർഫാനിക്കിൻ്റെ ഡെഡിക്കേഷൻ പറയാൻ പറ്റാത്ത ഇതാണ്. അങ്ങനെയും മൂപ്പര് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ആ കാര്യത്തിൽ. എന്താണ് ചെയ്യണം അതിന് ഭയങ്കര. ഇപ്പോൾ മീറ്റിംഗ് ആണെങ്കിലും നമുക്കൊരു മീറ്റിംഗ് വരുമ്പോൾ 100 കോൾ അപ്പുറത്തുനിന്ന് വരുന്നുണ്ടാവും. എന്നാലും ഇത് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്യും. ഓക്കെ, എന്നാൽ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടിപൊളിയാണ്. താങ്ക്സ്.